ഹായ് ഫ്രണ്ട്സ്, വർഷങ്ങൾക്ക് ശേഷം കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഞാൻ 2 days മുമ്പേ ഒരു വീഡിയോ ചെയ്തിരുന്നു. മലയാള സിനിമയിലെ 2024 4ാമത്തെ 100 കോടി എന്ന് പറക്കുന്നു. അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. 100 നിന്നാ ഭാഗ്യം. ഒരു രക്ഷയില്ലാത്ത മൂവി, എല്ലാം ഒത്തിണങ്ങിയ ഒരു മൂവി, എല്ലാ സാധനവും ഉണ്ട്. എൻ്റെ മോനെ വേറെ ഫീല് സാധനം. പെർഫോമൻസുകളായാലും പാട്ടുകളായാലും BGM ആയാലും ഡയറക്ഷൻ, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ഡയറക്ഷൻ, നിങ്ങൾ വേറെ ലെവലാണ്. പിന്നെ ധ്യാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി, അത് ഇത്രയും കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് ഈ പടം കണ്ടപ്പോൾ മനസ്സിലായത്. ആ ധ്യാനെ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയും സ്കില്ലുള്ള ഒരു നടനാണ്. ആളാണ് ഈ എന്താ പറയുക, കണ്ണിക്കണ്ട എല്ലാ പടങ്ങളിലും പോയി അഭിനയിച്ച് ട്രോൾ ചെയ്യുന്നത് നമ്മൾ. അതുപോലെ നമ്മുടെ അടുത്ത നായകൻ, നമ്മുടെ മലയാളത്തിന്റെ നായകൻ പ്രണവ് മോഹൻലാൽ തന്നെയാണ്, തെളിയിച്ചിരിക്കുകയാണ്. മാതിരി പെർഫോമൻസ് ആണ്. 3-4 ലുക്ക് പിടിച്ചിട്ട് ധ്യാനം പിടിച്ചിട്ടുണ്ട്. 2 ജനറേഷന്റെ കഥ പറയുന്നുണ്ട്. 2 കൂട്ടുകാരന്മാരുടെ കഥയാണ്. സിനിമാ മോഹവുമായി മദിരാശിക്ക് പോകുന്ന 2 കൂട്ടുകാരുടെ കഥ. അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഹാഫ് ടൈം, അതിനുശേഷം അത്യാവശ്യം ഇമോഷൻസ് ഉണ്ട്, എല്ലാം കലർന്നൊരു സാധനം. സിനിമയെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രൊഡ്യൂസർ എഫേർട്ട്, പടം നിന്ന് അതായിട്ട് ബന്ധപ്പെട്ട് സിനിമയ്ക്കുള്ളൊരു സിനിമ തന്നെയെന്ന് പറയുന്നത്. ഗംഭീര എഫേർട്ട് ഇട്ടാലോ ഈ ഫിലിം ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളായാലും ഒക്കെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. അവർ ഇന്റർവ്യൂവിന് ശേഷം നിവിൻ പോളിയുടെ അഴിഞ്ഞാട്ടായിരുന്നു. എൻ്റെ മോനെ, നമുക്ക് പഴയ നിവിൻ പോളിനെ തിരിച്ചു കിട്ടിയിരിക്കാട്ടോ. അതിഗംഭീര പെർഫോമൻസ്. ഇന്റർവ്യൂവിന് ശേഷം ഞാൻ ചിരിച്ച് മട്ടിയുണ്ട്. ആ മാതിരി പെർഫോമൻസ്. പിന്നെ ലാലേട്ടൻ്റെ ഇടയ്ക്ക് മണത്തായിരിക്കും കേട്ടോ. കുറെ സീനുകളിൽ പ്രണവ് ലാലേട്ടനെ മണത്ത് ഫ്ലെക്സിബിളായിട്ട് കോമഡി പറയുന്നു. ശ്രീനിവാസനും മോഹൻലാലും കോംബോ പോലെ ധ്യാൻ ശ്രീനിവാസനും പ്രണവും തമ്മിലുള്ള കുറേ കോംബോ സീനുകളുണ്ട്. നല്ല ഫ്ലെക്സിബിൾ കോമഡി. ഇതെന്താ നമുക്ക് നേരത്തെ തോന്നാതിരുന്ന് ഓരോ സമയമുണ്ട് വിജയാന്ന് പടം കഴിയുന്നത്. അതിഗംഭീരം. കുറേ കാര്യങ്ങൾ പറയാനുണ്ട് പടമായിട്ട് ബന്ധപ്പെട്ട്. 3 മണിക്കൂറിനടുത്ത് പടമുണ്ട്, പക്ഷെ 1 മിനിറ്റ് പോലും ബോറടിച്ചിട്ടില്ല. അങ്ങാ മാതിരിയാണ് പെർഫോമൻസുകൾ എല്ലാ മേഖലയിലും. ഒരു കാര്യം, ക്യാമറ ചില വിഷ്വൽസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം 50 വർഷം മുമ്പത്തെ ഒരു കാലഘട്ടം മുതൽ സ്റ്റാർട്ടിങ് കാണിക്കണം. ആ സമയത്തുള്ള കാലഘട്ടം കൊണ്ടുവന്ന രീതി, അവിടുത്തെ വിഷ്വൽസ്, ഒരു വഞ്ചിയിലുള്ളൊരു സീനൊക്കെ ഉണ്ട്. ഗംഭീരാണ്. മോഹൻലാലിന്റെ ഇൻട്രോ സീന്, ധ്യാന്റെ ഇൻട്രോ സീന്, ധ്യാനെ സ്കൂൾ കാലഘട്ടത്തിൽ കോളേജ് ലൈഫിൽ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. നല്ല പണിയെടുപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ, തടിയൊക്കെ നന്നായി കുറപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ പ്രണവനോട് ആരാധന ഒരുപാട് കൂടി തുടങ്ങി. ആ മാതിരിയാണ് ചങ്ങാതി ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇവർ 2 പേരും അടിപൊളിയാണ്. പിന്നെ നിവിൻ പോളി ഇന്റർവ്യൂവിന് ശേഷം ഗംഭീരാണ്. ഇവരുള്ള സീനുകളൊക്കെ എന്താ പറയാ, രക്ഷയില്ലാത്ത മൂവി. വെക്കേഷൻ അങ്ങനെ ആദ്യത്തെ പടം വർഷങ്ങൾക്ക് ശേഷം അത് തീരുമാനമായിട്ടുണ്ട്. 100 കോടി അടുത്ത പടം കണ്ടിട്ട് അടുത്തൊക്കെയുള്ള അപ്ഡേറ്റ് ചെയ്യുക. ആടുജീവിതത്തിന് ശേഷം അടുത്തൊരു 100 കോടി ഇത് തന്നെയായിരിക്കും. ബാക്കി 2 പടങ്ങളൊന്നും ഇറങ്ങിയിട്ടുണ്ട്. ആവേശം, ജയ് ഗണേഷ്, പിന്നെ ബെഡാമി ആൻഡ് സോട്ടാമി. അതിന്റെ അവസ്ഥ നമ്മൾ കണ്ടിട്ട് പറയാം. ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ. മസ്റ്റ് ഫാമിലി ആയിട്ട് കാണേണ്ട ഒരു മൂവി. എല്ലാതരം ഭാഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ വേറെ ലെവൽ. അപ്പോൾ കൂടുതൽ ഒരുപാട് പറയാനുണ്ട്. എല്ലാ മേഖലയിലും 100% നീതി പുലർത്തിയ സിനിമയാണ്. പെർഫോമൻസിനെല്ലാം. അപ്പോൾ ഒന്നും പറയുന്നത് കേൾക്കണ്ട. ഞാൻ പറയുന്നത് ഒന്നും കേൾക്കണ്ട. പോയി പടം കാണുക. ഏറ്റവും അടുത്ത ഷോയ്ക്ക് പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുക. കാരണം ഇനി മുതൽ തിരക്കായിരിക്കും പടത്തിന്. അപ്പോൾ വെക്കേഷൻ അടിച്ചു വിളിക്കാൻ പറ്റിയ പടം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ. അടുത്ത ഫിലിം അപ്ഡേറ്റ് ആയിട്ട് കണ്ടിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ബൈ മുകേഷ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം.